അതേസമയം അവിടെ നിന്ന് 1500 കിലോമീറ്റർ ദൂരെ ദില്ലിയിൽ പാർലമെൻറ്റിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ഒരു പ്രഖ്യാപനം നടത്തി. ധാക്ക ഇന്ന് ഒരു സ്വതന്ത്ര രാജ്യത്തിൻ്റെ സ്വതന്ത്ര തലസ്ഥാനമാണ്. ഈ പ്രഖ്യാപനത്തോടെ ലോകത്തിൻ്റെ രാഷ്ട്രീയ ഭൂപടം തന്നെ മാറി. ഇന്ത്യയുടെ കിഴക്കും പടിഞ്ഞാറും 2 കഷ്ണങ്ങളായി വേറിട്ടു. പാകിസ്ഥാൻ എന്ന രാജ്യം 2ആയി പിളർന്നു. പാകിസ്ഥാൻ്റെ ഭൂവിസ്തൃതിയുടെ 1/5 ജനസംഖ്യയുടെ ഏതാണ്ട് 70% അടർത്തി മാറ്റി ഒരു പുതിയ പരമാധികാര റിപ്പബ്ലിക് രൂപം കൊണ്ടു, സ്വതന്ത്ര ബംഗ്ലാദേശ്. പാർലമെൻറ്റിൽ ഈ പ്രഖ്യാപനം കേട്ട് ഇന്ദിരാഗാന്ധി കി ജയ് എന്ന് പ്രതിപക്ഷം പോലും ആർത്തു വിളിച്ചു എന്നാണ് പറയപ്പെടുന്നത്. 1971 ഡിസംബർ 16 ഇന്ദിരാഗാന്ധി എന്ന ഉരുക്കുവനിതയെ ലോകം വാഴ്ത്തിയ ദിവസമായിരുന്നു അത്. ഇന്ത്യ പാക് യുദ്ധവിജയത്തിൻ്റെ ദിവസം, ബംഗ്ലാ വിമോചനത്തിൻ്റെ ദിവസം. ചരിത്രം പറയാം. സാഗർ ടോക്സിലേക്ക് സ്വാഗതം. ആയിരത്തി 1947 ഇന്ത്യയും പാകിസ്ഥാനും 2 രാജ്യങ്ങളായി വിഭജിക്കപ്പെട്ടെങ്കിലും ഇന്നത്തെ ബംഗ്ലാദേശായ കിഴക്കൻ പാകിസ്ഥാന് പടിഞ്ഞാറൻ പാകിസ്ഥാനുമായി ഭൂമിശാസ്ത്രപരമായോ സാംസ്കാരികമായോ ഭാഷാപരമായോ യാതൊരു ബന്ധവും ഉണ്ടായിരുന്നില്ല. ബംഗ്ലാദേശീയതയുടെ അടിസ്ഥാനം ഈ ബന്ധമില്ലായ്മ തന്നെയായിരുന്നു. പടിഞ്ഞാറുകാർ സംസാരിക്കുന്ന ഉറുദു ദേശീയ ഭാഷയായപ്പോൾ ബംഗാളിയെ 2ാം ഭാഷയായി പരിഗണിക്കാൻ പോലും പാകിസ്ഥാൻ തയ്യാറായില്ല. പഞ്ചാബികളും സിന്ധികളും പത്താന്മാരും ബംഗാളികളെ ഭരിക്കുന്ന അവസ്ഥ വന്നു. കിഴക്കൻ ബംഗാളും പടിഞ്ഞാറൻ പാകിസ്ഥാനും തമ്മിലുള്ള ഈ അകലം വലുതായിരുന്നു. 1600 കിലോമീറ്റർ ഭൂമിശാസ്ത്രപരമായി തന്നെ അകലമുണ്ടായിരുന്നു. പാകിസ്ഥാൻ്റെ ബജറ്റ് വിഹിതത്തിൻ്റെ 30% മാത്രമാണ് സർക്കാർ ബംഗാളികൾക്ക് അനുവദിച്ചിരുന്നത്. കറൻസി നോട്ടുകളിൽ നിന്ന് പോലും ബംഗാളി ഭാഷയെ ഒഴിവാക്കുന്ന സാഹചര്യമുണ്ടായി. വർഷങ്ങൾ നീണ്ട പോരാട്ടത്തിനൊടുവിലാണ് 1956 ബംഗാളി ഭാഷയെ ഔദ്യോഗിക ഭാഷയായി തന്നെ പാകിസ്ഥാൻ അംഗീകരിച്ചത്. 1966 അവാമി ലീഗ് മുജീബ് റഹ്മാൻ്റെ നേതൃത്വത്തിൽ കിഴക്കൻ പാകിസ്ഥാനെ ഫെഡറൽ സ്റ്റേറ്റായി പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ട് രംഗത്ത് വന്നു. ഒരു വിഘടനവാദത്തിൻ്റെ ഒരു തുടക്കം അവിടെ നിന്നാണ്. പ്രത്യേക കറൻസിയും സാമ്പത്തിക നയങ്ങളും സൈന്യവും ഒക്കെ തങ്ങൾക്ക് വേണമെന്ന് അവാമി ലീഗ് ആവശ്യപ്പെട്ടു. വിഘടനവാദമാണിതെന്ന് ആരോപിച്ച് മുജീബ് റഹ്മാനെ പാക് പ്രസിഡന്റ് അയ്യൂബ് ഖാൻ ജയിലിലടക്കുകയാണ് ചെയ്തത്. 1970 നവംബറിൽ കിഴക്കൻ ബംഗാളിലുണ്ടായ ചുഴലിക്കാറ്റിൽ ലക്ഷക്കണക്കിന് മനുഷ്യർ മരിച്ചു. ഇന്ത്യ അടക്കം സഹായം വാഗ്ദാനം ചെയ്തിട്ടും പാകിസ്ഥാൻ അതൊന്നും സ്വീകരിച്ചില്ല. എന്നാൽ പാകിസ്ഥാൻ ബംഗാളികളെ സഹായിച്ചതുമില്ല. ഇങ്ങനെയുള്ള പാകിസ്ഥാനെ ഒരു പാഠം പഠിപ്പിക്കാൻ തന്നെ കിഴക്കൻ പാകിസ്ഥാനിലുള്ള മനുഷ്യർ തീരുമാനിച്ചു. 2 പതിറ്റാണ്ട് കാലത്തെ ഈ അവഗണന ഒരു പൊട്ടിത്തെറിയിലേക്ക് ഇങ്ങനെ കലാശിക്കുകയായിരുന്നു. 1970 ഷെയ്ഖ് മുജീബ് റഹ്മാൻ്റെ നേതൃത്വത്തിൽ കിഴക്കൻ ബംഗാളിൽ 160 സീറ്റും നേടി അവാമി ലീഗ് അധികാരത്തിൽ വരികയാണ്. പടിഞ്ഞാറൻ പാകിസ്ഥാനിലെ 138 സീറ്റിൽ 81 സുൽഫിക്കർ അലി ഭുട്ടോയുടെ പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടിയാണ് ജയിച്ചത്. മുജീബ് റഹ്മാൻ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയാകുന്ന ഒരു സാഹചര്യം വന്നു. അപ്പോൾ യഹിയ ഖാൻ്റെ സൈനിക ഭരണകൂടം അത് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു അവർക്ക്. അവർ ചെയ്തത് മുജീബ് റഹ്മാനെയും സുൽഫിക്കർ അലി ഭുട്ടോയെയും ജയിലിൽ അടച്ച് ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുകയാണ്. ഇതോടെ ബംഗ്ലാ വിമോചന പോരാട്ടം ശക്തമാവുകയാണ്. അവാമി ലീഗ് കിഴക്കൻ പാകിസ്ഥാൻ്റെ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു. ഓപ്പറേഷൻ സെർച്ച് ലൈറ്റ് എന്ന പേരിൽ കണ്ണിൽ കണ്ടവരെയൊക്കെ പിടികൂടി കൊന്നുകളയുന്ന വളരെ ക്രൂരമായ മനുഷ്യവേട്ടയാണ് പാകിസ്ഥാൻ ബംഗ്ലാദേശിൽ നടപ്പിലാക്കിയത്. ജമാഅത്തെ ഇസ്ലാമിയെയും റസാഖർമാരെയും കൂട്ടുപിടിച്ച് പാകിസ്ഥാൻ ബംഗ്ലാദേശിൽ കൂട്ടക്കുരുതി നടത്തി. ആയിരക്കണക്കിന് സ്ത്രീകൾ ബലാത്സംഗം ചെയ്യപ്പെട്ടു. ലക്ഷക്കണക്കിന് മനുഷ്യർ ഇന്ത്യയിലേക്ക് അഭയാർത്ഥികളായി ഓടിയെത്തി. പാകിസ്ഥാനോട് സൗഹൃദവും ഇന്ത്യയോട് വിരോധവും പുലർത്തിയിരുന്ന അന്നത്തെ US പ്രസിഡന്റ് റിച്ചാർഡ് നിക്സനോട് ഇന്ദിരാഗാന്ധി യാതൊരു അയവും കാട്ടിയില്ല. അവർ യുദ്ധത്തിനൊരുങ്ങുന്ന ഇന്ത്യയെ അല്ലെങ്കിൽ പാകിസ്ഥാനിലെ ഈ പ്രശ്നങ്ങളിൽ വളരെ പക്ഷപാതപരമായ നിലപാടാണ് അമേരിക്ക അന്ന് സ്വീകരിച്ചിരുന്നത്. സൈനിക നടപടിയിലൂടെ കിഴക്കൻ ബംഗാളികളെ, സ്വാതന്ത്ര്യ പോരാളികളെ അടിച്ചമർത്താനുള്ള പാകിസ്ഥാൻ്റെ നീക്കത്തിന് ഇന്ത്യ തടയിടുകയാണ് ചെയ്തത്. ബംഗ്ലാ വിമോചന പോരാട്ടത്തോടൊപ്പം ഇന്ത്യ ശക്തമായി നിലയുറപ്പിച്ചു. പാകിസ്ഥാൻ വിമാനങ്ങളെ ഇന്ത്യൻ ആകാശപാതയിലൂടെ പറക്കാൻ സമ്മതിച്ചില്ല. 1971 ജൂലൈ ആദ്യവാരം US സുരക്ഷാ ഉപദേഷ്ടാവ് ഹെൻറി കിസിഞ്ചർ ഇന്ത്യ സന്ദർശിച്ചു. ഇന്ദിരാഗാന്ധി ആ സമയത്ത് തന്നെ ഇന്ത്യയുടെ നിലപാട് അദ്ദേഹത്തോട് വ്യക്തമാക്കി. എന്നാൽ ഡൽഹിയിൽ നിന്ന് നേരെ പാകിസ്ഥാനിലേക്ക് പോയ കിസിഞ്ചർ പാകിസ്ഥാൻ US ചൈന സഖ്യമുണ്ടാക്കിയാണ്
ഈ ഈ ഒരു ഇരുത്തങ്ങളെ അവസാനിപ്പിച്ചത്. സെപ്റ്റംബർ അവസാന വാരത്തിൽ ഇന്ദിരാഗാന്ധി സോവിയറ്റ് യൂണിയനും പാശ്ചാത്യ രാജ്യങ്ങളും സന്ദർശിച്ചു. ബംഗ്ലാദേശ് പ്രശ്നം ലോകത്തെ ബോധ്യപ്പെടുത്തുകയാണ് ഈ സന്ദർശനത്തിലുടനീളം ഇന്ദിരാഗാന്ധി ചെയ്തത്. സൈനിക നടപടിക്കെതിരെ US ഇന്ത്യക്ക് മുന്നറിയിപ്പ് നൽകി. ഇന്ദിരാഗാന്ധി പക്ഷേ ആ മുന്നറിയിപ്പൊക്കെ അവഗണിക്കുകയാണ് ചെയ്തത്. വെറുതെ ഇരുന്നില്ല, അവർ സോവിയറ്റ് യൂണിയനുമായി ചേർന്നിട്ട് ഉടമ്പടി ഒപ്പുവെച്ചു. ബംഗാൾ ഉൾക്കടലിൽ US കപ്പൽപ്പട എത്തി. പക്ഷേ സോവിയറ്റ് യൂണിയൻ്റെ അണ്വായുധ ശേഷിയുള്ള കപ്പൽ വ്യൂഹത്തെയാണ് ഇന്ദിരാഗാന്ധി തിരിച്ചിറക്കിയത്. ഇന്ത്യ പാകിസ്ഥാനുമായി ചർച്ച നടത്തണം എന്ന് പറഞ്ഞവരോട് ഇത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പ്രശ്നമല്ല എന്നും പാകിസ്ഥാനും ബംഗ്ലാദേശിൽ തിരഞ്ഞെടുക്കപ്പെട്ട അവാമി ലീഗുമായുള്ള തർക്കമാണ് എന്നും ഇന്ദിരാഗാന്ധി മറുപടി കൊടുത്തു. ഡിസംബർ 3 പാകിസ്ഥാൻ്റെ വ്യോമാക്രമണമുണ്ടായി. ഈ വ്യോമാക്രമണത്തെക്കുറിച്ച് വിവരം കിട്ടിയ ആ രാത്രിയിൽ തന്നെ ആകാശവാണിയിലൂടെ ഇന്ദിരാഗാന്ധി യുദ്ധം പ്രഖ്യാപിച്ചു. ഡിസംബർ 3 ഇന്ത്യയുടെ 11 എയർബേസുകളാണ് ആക്രമിക്കപ്പെട്ടത്. ഡിസംബർ 4 യുദ്ധം ഔദ്യോഗികമായി തന്നെ തുടങ്ങി. പോരാട്ടത്തിൻ്റെ മുൻനിരയിലുണ്ടായിരുന്ന മുക്തിബാഹിനി സേനയ്ക്ക് ഇന്ത്യ പരിശീലനം കൊടുത്തു. യുദ്ധത്തിൽ അമേരിക്ക പാകിസ്ഥാനൊപ്പം നിന്നപ്പോൾ സോവിയറ്റ് യൂണിയൻ ഇന്ത്യയുടെ കൂടെ അടിയുറച്ചു നിന്നു. പഠാൻകോട്ടിലും അമൃത്സറിലും ഇന്ത്യയുടെ റൺവേകളും റഡാർ സംവിധാനങ്ങളും തകർന്നു. വായുമാർഗം തന്നെ ഇന്ത്യ അതിന് തിരിച്ചടി കൊടുത്തു. പാകിസ്ഥാൻ്റെ പോർവിമാനങ്ങൾ ഇന്ത്യൻ വ്യോമതാവളങ്ങളെ വീണ്ടും വീണ്ടും ആക്രമിക്കുന്ന സാഹചര്യമുണ്ടായപ്പോൾ തിരിച്ചടി അതേപോലെ കൊടുക്കുകയാണ് ഇന്ത്യ ചെയ്തത്. ജമ്മു കാശ്മീരിലും പാക് പട്ടാളം അഴിഞ്ഞാടുന്ന സാഹചര്യമുണ്ടായി. പാകിസ്ഥാൻ്റെ വ്യോമതാവളങ്ങളും റഡാർ സ്റ്റേഷനുകളും ആക്രമിച്ച് ഇന്ത്യ തിരിച്ചടി കൊടുത്തു. എല്ലാ മാളങ്ങളിലും പാകിസ്ഥാനെ വളയാൻ കരസേനാ മേധാവി സാം മെനെക് ഷാക്ക് ഇന്ദിരാഗാന്ധി ഉത്തരവ് നൽകി. ഇതോടെ യുദ്ധം കൊടുമ്പിരിക്കൊണ്ടു. ഇന്ത്യയുടെ 3 സേനാവ്യൂഹങ്ങൾ കൂടിച്ചേർന്ന് കടലിലും കരയിലും ആകാശത്തും പാകിസ്ഥാനെ തുരത്തിയോടിക്കുന്ന സാഹചര്യമുണ്ടായി. ഇന്ത്യൻ സൈന്യം 4 ദിശകളിൽ നിന്നും ധാക്കയിലേക്ക് പതുക്കെ നീങ്ങി. പ്രദേശവാസികളെല്ലാം ഇന്ത്യൻ പട്ടാളത്തെ സഹായിക്കാൻ രംഗത്ത് വന്നു. ഡിസംബർ 6 താൽക്കാലിക ബംഗ്ലാ സർക്കാരിനെ ഇന്ത്യ അംഗീകരിക്കുന്നതായി പ്രഖ്യാപിച്ചു. മുജീബ് റഹ്മാൻ്റെ അസാന്നിധ്യത്തിൽ സയ്യിദ് നസ്രുൽ ഇസ്ലാം പുതിയ രാജ്യത്തിൻ്റെ താൽക്കാലിക പ്രസിഡൻ്റായി ചുമതലയേറ്റു. വിയറ്റ്നാം യുദ്ധത്തിൽ തോറ്റു തുന്നമ്പാടിയ അവസ്ഥയിലായിരുന്ന അമേരിക്ക. ആ അമേരിക്കക്ക് ബംഗ്ലാദേശിൽ കാര്യമായിട്ടൊന്നും ചെയ്യാനുള്ള കഴിവുണ്ടായിരുന്നില്ല. ചൈനീസ് സഹായം അവർ പ്രതീക്ഷിച്ചെങ്കിലും പാകിസ്ഥാന് അവിടെയും അടിതെറ്റുകയാണ് ഉണ്ടായത്. ഒരു രാജ്യം മുഴുവൻ ഇന്ത്യൻ സൈന്യത്തോടൊപ്പം നിൽക്കുകയാണ്. അവിടെ യുദ്ധത്തിൽ ചൈനക്കോ അമേരിക്കയോ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. കിഴക്കൻ പാകിസ്ഥാനിൽ കീഴടങ്ങിയില്ലെങ്കിൽ പടിഞ്ഞാറൻ പാകിസ്ഥാൻ പോലും അസ്ഥിരപ്പെട്ടു പോകുമെന്ന അവസ്ഥയിലാണ് പാകിസ്ഥാൻ അന്ന് എത്തപ്പെട്ടത്. അതൊരു ഭയമായി പാകിസ്ഥാനെ പിടികൂടി. ഡിസംബർ 12 ഇന്ത്യൻ സൈന്യം ധാക്ക നഗരം വളഞ്ഞു. പൊരുതാനുള്ള ശേഷിയില്ലാതെ പാകിസ്ഥാൻ സൈന്യം ആകെ പരക്കം പാഞ്ഞു. ഡിസംബർ 13 ഇന്ത്യൻ പട്ടാളം ധാക്ക ഗവർണറുടെ വസതി ബോംബിട്ട് തകർത്തു. ആ രാത്രിയിൽ പാകിസ്ഥാൻ ആ നിർണായകമായ തീരുമാനമെടുത്തു. ആയുധം വെച്ച് കീഴടങ്ങുക, വേറെ രക്ഷയില്ല. ഡിസംബർ 16 ആ ചരിത്ര മുഹൂർത്തമുണ്ടായത്. ഡിസംബർ 16 ലഫ്റ്റനന്റ് ജനറൽ JS അറോറ ധാക്കയിലേക്ക് പറന്നു. അന്ന് വൈകുന്നേരം 4:30 മണിക്ക് പാക് ആർമിയുടെ കമാൻഡർ ലഫ്റ്റനന്റ് ജനറൽ അമീർ അബ്ദുള്ള ഖാൻ നിയാസി കീഴടങ്ങൽ രേഖയിൽ ഒപ്പുവെച്ചു. ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ലഫ്റ്റനന്റ് ജനറൽ ജഗജീത് സിംഗ് അറോറയും ആ രേഖയിൽ കൗണ്ടർ സൈൻ ചെയ്തു. അതേസമയം അവിടെ നിന്ന് 1500 കിലോമീറ്റർ ദൂരെ ദില്ലിയിൽ പാർലമെൻറ്റിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ഒരു പ്രഖ്യാപനം നടത്തി. ധാക്ക ഇന്ന് ഒരു സ്വതന്ത്ര രാജ്യത്തിൻ്റെ സ്വതന്ത്ര തലസ്ഥാനമാണ്. ഈ പ്രഖ്യാപനത്തോടെ ലോകത്തിൻ്റെ രാഷ്ട്രീയ ഭൂപടം തന്നെ മാറി. ഇന്ത്യയുടെ കിഴക്കും പടിഞ്ഞാറും 2 കഷ്ണങ്ങളായി വേറിട്ടു. പാകിസ്ഥാൻ എന്ന രാജ്യം 2ആയി പിളർന്നു. പാകിസ്ഥാൻ്റെ ഭൂവിസ്തൃതിയുടെ 1/5 ജനസംഖ്യയുടെ ഏതാണ്ട് 70% അടർത്തി മാറ്റി ഒരു പുതിയ പരമാധികാര റിപ്പബ്ലിക് രൂപം കൊണ്ടു, സ്വതന്ത്ര ബംഗ്ലാദേശ്. പാർലമെൻറ്റിൽ ഈ പ്രഖ്യാപനം കേട്ട് ഇന്ദിരാഗാന്ധി കി ജയ് എന്ന് പ്രതിപക്ഷം പോലും ആർത്തു വിളിച്ചു എന്നാണ് പറയപ്പെടുന്നത്. പാർലമെൻറ്റിൽ നിന്ന് നേരെ ഓൾ ഇന്ത്യ റേഡിയോയിലേക്കാണ് ഇന്ദിരാഗാന്ധി പോയത്, ഔദ്യോഗികമായി തന്നെ വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നതിന് വേണ്ടി. 1971 ഡിസംബർ 16 പാകിസ്ഥാൻ സൈന്യം ഇന്ത്യൻ സൈന്യത്തിന് മുമ്പാകെ ആയുധം വെച്ച് കീഴടങ്ങുന്ന നടപടികൾ തുടങ്ങി. 1971 ഡിസംബർ 19 രാവിലെ 11 മണിക്കാണ് ധാക്കയിലെ കന്റോൺമെൻറ്റിലെ ഗോൾഫ് കോഴ്സിൽ അവസാനത്തെ പാക് സൈനിക വിഭാഗവും ഇന്ത്യൻ പട്ടാളത്തിന് മുമ്പാകെ ആയുധങ്ങൾ വെച്ച് കീഴടങ്ങിയത്. ധാക്കയിലെങ്ങും ജയ് ബംഗ്ല, ജയ് ഹിന്ദ് മുദ്രാവാക്യങ്ങൾ അലയടിച്ച നിമിഷമായിരുന്നത്. പാക് സൈനിക മേധാവി ജനറൽ നിയാസും 93,000 പാക് സൈനികരും ഇന്ത്യയുടെ ഈസ്റ്റേൺ കമാൻഡ് ചീഫ് ജനറൽ JS അറോറയ്ക്ക് മുമ്പിലാണ് കീഴടങ്ങിയത്. ആ കീഴടങ്ങലോടുകൂടിയാണ് ബംഗ്ലാദേശ് എന്ന പുതിയൊരു രാജ്യമുണ്ടായത്. ഇന്ത്യ എന്നൊരു രാജ്യവും ഇന്ദിരാഗാന്ധിയും ഇല്ലായിരുന്നുവെങ്കിൽ ബംഗ്ലാദേശ് എന്നൊരു രാജ്യം ഉണ്ടാകുമായിരുന്നില്ല. ബംഗ്ലാദേശികൾ പക്ഷേ
വന്ന വഴി മറന്ന അവസ്ഥയിലാണ്. ഇന്ത്യയോട് ചേർന്ന് നിന്ന് നന്ദി കാണിക്കേണ്ടതിന് പകരം നിർണായക ഘട്ടങ്ങളിൽ പലപ്പോഴും ഇന്ത്യയോടൊപ്പം നിൽക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. ഈ യുദ്ധത്തിൽ ഇന്ത്യക്ക് 42 വിമാനങ്ങളാണ് നഷ്ടമായത്. പാകിസ്ഥാന് 86 വിമാനങ്ങൾ നഷ്ടമായി. ഇന്ത്യക്ക് 81 ടാങ്കുകൾ നഷ്ടമായപ്പോൾ പാകിസ്ഥാന് 226 ടാങ്കുകളാണ് നഷ്ടമായത്. യുദ്ധത്തിൻ്റെ ഫലം അമേരിക്കയെ സത്യത്തിൽ നിരാശപ്പെടുത്തി കളഞ്ഞു. ആ നശിച്ച പെണ്ണ് എല്ലാം തുലച്ചു എന്നാണ് റിച്ചാർഡ് നിക്സൺ ഇന്ദിരാഗാന്ധിയെ വിശേഷിപ്പിച്ചത്. ഇന്ത്യക്കാർക്ക് തറയിൽ നിന്ന് വിമാനം പൊക്കാൻ പോലും അറിയില്ല എന്നായിരുന്നു അമേരിക്കയുടെ സുരക്ഷാ ഉപദേഷ്ടാവായിരുന്ന ഹെൻറി കിസിഞ്ചർ ഒക്ടോബർ മാസത്തിൽ പറഞ്ഞിരുന്നത്. ആ വാക്കാണ് അമേരിക്കക്കാർ വിശ്വസിച്ചത്. എന്നാൽ ഇന്ത്യയും ഇന്ദിരയും കരുത്തുകാട്ടിയ യുദ്ധമാണ് ലോകം കണ്ടത്. യുദ്ധത്തിൽ ലക്ഷക്കണക്കിന് സാധാരണക്കാർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. കൃത്യമായിട്ടുള്ള കണക്ക് പലരുടെയും കൈവശമില്ല. പാക് സൈന്യവുമായുള്ള ഏറ്റുമുട്ടലിൽ ജീവത്യാഗം ചെയ്ത ഇന്ത്യൻ സൈനികരെ ഓർക്കാൻ ഡിസംബർ 16 ഇന്ത്യ വിജയ് ദിവസ് ആയി ആചരിക്കുന്നുണ്ട്. അമേരിക്കയുടെ തിട്ടൂരങ്ങളെ തള്ളിക്കളഞ്ഞ് 13 ദിവസം കൊണ്ട്, വെറും 13 ദിവസം കൊണ്ട് ലോകഭൂപടത്തിൽ ഒരു രാജ്യമുണ്ടാക്കിയ ധീരവനിതയുടെ പേരാണ് ഇന്ദിരാഗാന്ധി. താങ്ക് യു.